So I was talking about the Duchess, the glance of the Duchess, and ആ ഒരു ഗ്ലാൻസ് എങ്ങനെയാണ് ആ പെയിൻറ്റിങ്ങിൽ വന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന് കാരണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. സോ ഇറ്റ് വാസ് നോട്ട് ഹർ ഹസ്ബൻഡ്സ് പ്രസൻസ് ഓൺലി കോൾ ദറ്റ് സ്പോട്ട് ഓഫ് ജോയ് ഇൻ ടു ദ ഡച്ചസ് ചീക്ക്. അതായത് ഹസ്ബൻഡിൻ്റെ പ്രസൻസ് കാരണം മാത്രമല്ല ആ മുഖത്ത് ആ ഒരു സ്പോട്ട് ഓഫ് ജോയ്, ഡച്ചസിൻ്റെ ചീക്കിൽ ആ സ്പോട്ട് ഓഫ് ജോയ് വന്നതിന് കാരണം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഹർ ഹസ്ബൻഡ്സ് പ്രസൻസ്. അതിലൊരു ഡബിൾ മീനിങ് ഉണ്ട്. അതായത് ഹസ്ബൻഡിൻ്റെ പ്രസൻസ് കൊണ്ട് മാത്രമല്ല അവളുടെ മുഖത്ത് ആ ഒരു ചിരി, ആ സ്മൈൽ, ആ ഗ്ലാൻസ്, ആ ഒരു ബ്യൂട്ടിയൊക്കെ വന്നത്. മാൻറ്റിൽ perhaps Fra Pandolf chanced to say, her mantle laps over my lady's wrist too much, or paint must never hope to reproduce the faint half flush that dies along her throat. Such stuff was courtesy, she thought, and cause enough for calling up that spot of joy. അപ്പോൾ ഇവിടെ പറയുന്നത് ആ ഒരു സ്പോട്ട് ഓഫ് ജോയ്, അല്ലെങ്കിൽ അവരുടെ മുഖത്ത് വന്ന ആ ഒരു ചിരിയെക്കുറിച്ച്, അല്ലെങ്കിൽ ദ റീസൺ ബിഹൈൻഡ് ദറ്റ് സ്മൈൽ എന്ന് പറയുന്നത്, വൈ വുഡ് he expect that his presence alone and nothing else would bring joy to her face. അയാളങ്ങനെ ചിന്തിക്കുന്നത് ശരിയാണോ? ലൈക്ക് ഹസ്ബൻഡിൻ്റെ പ്രസൻസ് മാത്രമല്ല അവളുടെ മുഖത്ത് സന്തോഷം കൊണ്ടുവന്നത് എന്ന് എടുത്തു പറയുമ്പോൾ തന്നെ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. Why would he expect that his presence alone would bring joy to her face? He does not answer that question, but the fact that he notes this gives a little bit of insight into why he was the only one who was allowed to open the curtain. അതായത് അയാൾ പറയുന്ന ആ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, എൻ്റെ പ്രസൻസ് മാത്രമല്ല അവളെ സന്തോഷിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ പൊസസീവാണ്, അല്ലെങ്കിൽ കൺട്രോളിങ് ഓർ ഡോമിനേറ്റിംഗ് ക്യാരക്ടറാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞത് ദറ്റ് ഹി വാസ് ദ ഓൺലി വൺ ഹു വാസ് അലൗഡ് ടു ഓപ്പൺ ദ കേർട്ടൻ എന്നാദ്യം പറഞ്ഞതും ഇതേ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ, അല്ലെങ്കിൽ ഇതേ ക്യാരക്ടർ അയാൾക്ക് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ and all along he wanted to be the only one who would bring a look of joy to his Duchess face. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ആ ഡച്ചസിൻ്റെ മുഖത്ത് ആ ഒരു സ്മൈല് വരാനുള്ള കാരണക്കാരൻ ഞാൻ മാത്രമാകണം എന്നും ഡ്യൂക്കിന് ആഗ്രഹമുണ്ട്. നൗ ദാറ്റ് ഷീ വാസ് പുട്ട് അവേ സംവെയർ ആൻഡ് ഹർ ലൈഫ് സൈസ് പെയിൻറ്റിംഗ് വാസ് ഓൺ ദ വാൾ, ഹി കുഡ് ബി ദ ഓൺലി വൺ ടു എവർ സീ ദ ജോയ് ഓൺ ഹർ ഫേസ്. അല്ലേ, ഇപ്പോൾ നമ്മൾ കാണുന്നതൊരു പെയിൻറ്റിങ് മാത്രമാണ്, ആളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് മാത്രമാണ് ഇപ്പോൾ എല്ലാ കൺട്രോളും. ഈ കേർട്ടൻ മാറ്റാനും ആ സ്മൈല് മറ്റുള്ളവരെ കാണിക്കാനും ഇപ്പോൾ അയാൾക്ക് മാത്രമേ അവകാശമുള്ളൂ. സോ ഒരു എന്താ പറയുന്നത്, സംവാട്ട് സൈക്കോട്ടിക് ഒരു ക്യാരക്ടർ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കരമായ സംശയമൊക്കെ ഉള്ള ആളുകളെ കുറിച്ച് നമ്മൾ കേൾക്കാറില്ലേ, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. സോ ആൻഡ് ദിസ് സെക്ഷൻ of my last Duchess, Duke seems to be remembering his former Duchess and all that bothered him about her. മറ്റൊരു കാര്യം, ആ വൈഫിനെ കുറിച്ച് ഓർക്കുകയാണ്. അതുപോലെ തന്നെ അയാളെ ബോദർ ചെയ്ത, അയാളെ ഡിസ്റ്റർബ് ചെയ്ത പല കാര്യങ്ങളെക്കുറിച്ച് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ അതിൽ പറയുന്നുണ്ട്, perhaps Fra Pandolf's chance to say, ഇപ്പം എൻ്റെ പ്രസൻസ് മാത്രമല്ല, അപ്പോൾ വേറൊരാൾ അവിടെ ആരാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? ഫ്രാ പാൻഡോൾഫ്, മേ ബി ദ ആർട്ടിസ്റ്റ്. ആ ആർട്ടിസ്റ്റ് അത് വരയ്ക്കുമ്പോൾ ആ ആർട്ടിസ്റ്റ് ഒരു പക്ഷേ എന്തെങ്കിലും ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടാകാം, ലൈക്ക് ഹർ മാൻറ്റിൽ ലാപ്സ് ഓവർ മൈ ലേഡീസ് റിസ്റ്റ് ടു മച്ച്. അതായത് അവരുടെ ഷോൾ, അല്ലെങ്കിൽ അവരുടെ ദേഹത്ത് കിടക്കുന്ന ക്ലോത്ത്, അതിങ്ങനെ റിസ്റ്റിലേക്ക് ഒരുപാട് വീണ് കിടക്കുന്നു. ഈ പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് ആർട്ടിസ്റ്റുകൾ അവർ സജഷൻസ് പറയില്ല, കുറച്ചങ്ങോട്ട് നീങ്ങി നിൽക്കൂ, സൈഡിലേക്ക് നോക്കൂ എന്നൊക്കെ പറയുന്ന പോലെ അയാൾ ചിലപ്പോൾ എന്തെങ്കിലും ഹി മൈറ്റ് ഹാവ് കമൻറ്റഡ് അബൌട്ട് ദി ക്ലോത്ത് ഓൺ ഹർ, അങ്ങനെ എന്തെങ്കിലും അയാൾ പറഞ്ഞിട്ടുണ്ടാകാം. ഓ പെയിൻറ്റ് മസ്റ്റ് നെവർ ഹോപ്പ് to reproduce the faint half flush that dies along her throat. Such stuff was courtesy, she thought, and cause enough for calling up that spot of joy. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇയാൾ അസ്യൂം ചെയ്യുന്നതാണ്. ആൻഡ് the Duke was not happy with this. He didn't like that if someone like Fra Pandolf were to tell her that her shawl covered her wrist too much, she would blush. അപ്പോൾ ഈ ചിരി എന്ന് പറയുന്നത് അവർ നാണത്തോടെ ചിരിച്ചതാണോ, അവർ ബ്ലഷ് ചെയ്തതാണോ എന്നൊക്കെ ഉള്ളൊരു സംശയമാണ്. അതായത് ഫ്രാ പാൻഡോൾഫ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്തെങ്കിലും ഒരു കമൻറ്റ് പറഞ്ഞപ്പോൾ ഷോൾ ഇങ്ങനെ ഒരുപാട് റിസ്റ്റിലേക്ക് കയ്യിലേക്ക് കവർ ചെയ്ത് കിടക്കുന്നു, അത് കുറച്ച് മാറ്റണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരൊന്ന് ബ്ലഷ് ചെയ്തതാണെങ്കിൽ അത് നമ്മുടെ ഡ്യൂക്കിന് ഇഷ്ടപ്പെട്ടിട്ടില്ല.
and the duke did not like that she would blush at the flirtations of another man. അയാൾ ഫ്ലേർട്ട് ചെയ്തപ്പോൾ, അതായത് അയാളുടെ ഡ്യൂക്കിൻ്റെ പ്രസൻസിൽ തന്നെ മറ്റൊരാൾ വൈഫിനോട് ഫ്ലേർട്ട് ചെയ്യുകയും അത് അയാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നു. ഈ ഫ്ലേർട്ട് ചെയ്തു എന്ന് നമുക്ക് തോന്നുന്നത് ഡ്യൂക്കിൻ്റെ വേർഡ്സിൽ നിന്നാണ്. ആൻഡ് വി ആർ നോട്ട് ഷുവർ അബൌട്ട് ദീസ് instances. He did not like that the things which he called common courtesy would call up that spot of joy which she seemed to always have on her face. അപ്പോൾ അവരവിടെ ചിരിച്ചു അല്ലെങ്കിൽ സ്മൈൽ ചെയ്തു. ആരെങ്കിലും ഫ്ലേർട്ട് ചെയ്യുമ്പോൾ അതിനെ ചിരിക്കുക അല്ലെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു റിയാക്ഷൻ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ അല്ല എന്നാണ് ഡ്യൂക്ക് അവിടെ പറയുന്നത്. സച്ച് സ്റ്റഫ് വാസ് കേർട്ടസി ഷീ തോട്ട് ആൻഡ് കോസ് ഇനഫ് ഫോർ കോളിംഗ് അപ്പ് ദറ്റ് സ്പോട്ട് ഓഫ് ജോയ്. അവൾ വിചാരിച്ചിട്ടുണ്ടാകാം ദറ്റ് ദിസ് ഇസ് കേർട്ടസി, ഒരു മര്യാദ, നമ്മളോട് ഒരാളൊരു കാര്യം പറയുമ്പോൾ തിരിച്ച് ചിരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു അതിനോട് റിയാക്ട് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത്. ബട്ട് ഡ്യൂക്കിന് അതത്ര ഇഷ്ടപ്പെട്ടില്ല. ഷീ ഹാഡ് എ ഹാർട്ട്, ഹൗ ഷൽ ഐ സേ, too soon made glad, too easily impressed. She liked whatever she looked on, and her looks went everywhere. സോ ഡ്യൂക്ക് പറയുന്നത് അവളെ പ്ലീസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഡച്ചസിനെ പെട്ടെന്ന് ഹാപ്പി ആക്കിയിരുന്നു എന്നുള്ളതാണ്. ചെറിയ കാര്യങ്ങളല്ല, പറഞ്ഞ ആർക്ക് വേണമെങ്കിലും ഡച്ചസിനെ സന്തോഷിപ്പിക്കാൻ പറ്റും. എല്ലാത്തിലും ദെർ ഇസ് എ ഡബിൾ മീനിങ്. നമുക്ക് തന്നെ വായിക്കുമ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഞാൻ എൻ്റെ പ്രസൻസിൽ മാത്രമല്ല അവൾ സന്തോഷിക്കുന്നത്, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മൈ പ്രസൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ട്. എഗെയിൻ ഇവിടെ പറയുന്നു മറ്റൊരാൾ ഫ്ലേർട്ട് ചെയ്യുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നു. The duke did not like that she would blush at the flirtations of another man, and he did not like that the things which he called courtesy എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്ന പല കാര്യങ്ങളും അയാൾക്ക്, അല്ലെങ്കിൽ ചിരിക്കുക, ഒരു സ്മൈല് കൊടുക്കുക, ഇതൊന്നും തന്നെ അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഡ്യൂക്ക് അക്യൂസസ് ഹർ ഓഫ് ഹാവിങ് എ ഹാർട്ട് ദാറ്റ് വാസ് ടു സൂൺ മെയ്ഡ് ഗ്ലാഡ് ആൻഡ് ടു ഈസിലി ഇംപ്രസ്ഡ് എന്നാണ് പറയുന്നത്. പെട്ടെന്ന് അവളെ ഇംപ്രസ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ അവളെ ഹാപ്പി ആക്കാൻ പറ്റും. ഓക്കെ, ആരെന്ത് പറഞ്ഞാലും അതിന് ചിരിക്കുകയും ഹാപ്പി ആവുകയും ചെയ്യും എന്നുള്ളതാണ്. ഹി വാസ് അനോയ്ഡ് ദാറ്റ് ഷീ ലൈക്ഡ് എവറിത്തിങ് ദാറ്റ് ഷീ ലുക്ക്ഡ് അറ്റ്. നോക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങ് ഇഷ്ടപ്പെടുക, എല്ലാത്തിനോടും അങ്ങ് ചിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. സി, നമുക്കിത് കേൾക്കുമ്പോൾ തോന്നുന്നത് വളരെ ജോവിയൽ ഹാപ്പി ആയിട്ടുള്ളൊരു ഗേളാണ് ഡച്ചസ് എന്നുള്ളതാണ്. ബട്ട് ദ ഡ്യൂക്ക് ഈസ് അനോയ്ഡ് വിത്ത് ദിസ് പെർട്ടിക്കുലർ ക്യാരക്ടർ. He was annoyed that she liked everything that she looked at. Like, this man seems more and more controlling and psychotic. ഈ ഒരു പോം വായിക്കുന്ന അനുസരിച്ച് നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വുഡ് സീം ദാറ്റ് ഹി പുട്ട് അവേ ഹിസ് ഡച്ചസ് ബിക്കോസ് ഹീ കുഡ് നോട്ട് കൺട്രോൾ ഹർ ഫീലിങ്സ്. അപ്പം നമുക്ക് മനസ്സിലാവും ഡച്ചസ് ഇപ്പം മാറി നിൽക്കുന്നത് പോലും ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ അയാളുടെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ, ഐ മീൻ അവളുടെ ഫീലിങ്സിനെ അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാകാം. ഹി വാണ്ടഡ് ടു ബി ദ ഓൺലി വൺ ടു ബ്രിങ് ഹർ ജോയ് ആൻഡ് മേക്ക് ഹർ ബ്ലഷ്. അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഞാൻ മാത്രമായിരിക്കണം അവളെ ഹാപ്പിയാക്കുന്നത്. എൻ്റെ എന്താ പറയുന്നത്, ഞാൻ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ കമൻസ് ഇതിൽ മാത്രമേ അവൾ ഹാപ്പിയാകാൻ പാടുള്ളൂ എന്നൊരു നിർബന്ധം ഡ്യൂക്കിനുണ്ട്. Then she looked on and her looks went everywhere. Sir, 'twas all one, my favour at her breast, the dropping of the daylight in the west, the bough of cherries some officious fool broke in the orchard for her, the white mule she rode with round the terrace, all and each would draw from her alike the approving speech of blush at least. അപ്പോൾ ഇത്രയും ലൈൻസിൽ പറയുന്നത് എല്ലാം അവൾക്ക് ഒരുപോലെയാണ്. മൈ ഫേവർ അറ്റ് ഹർ ബ്രസ്റ്റ്, മേ ബി അദ്ദേഹം ഗിഫ്റ്റ് ചെയ്ത എന്തെങ്കിലും ഭംഗിയുള്ള സാധനം, ബ്രൂച്ച് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഇപ്പോഴും ഉണ്ടത്, പിൻ ചെയ്ത് വെക്കും. ലേഡീസ് ഇങ്ങനെ സാരിയുടെ മുകളിൽ ഒക്കെ വെക്കാറുണ്ട്. ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആക്സസറിയാണത്. അത് ഡ്രസ്സിൽ ഇങ്ങനെ വെക്കും. അപ്പോൾ മേ ബി അയാൾ എന്തെങ്കിലും പ്രഷ്യസ് ഗിഫ്റ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ടാകാം. മൈ ഫേവർ അറ്റ് ഹർ ബ്രസ്റ്റ്, ദ ഡ്രോപ്പിംഗ് ഓഫ് ദ ഡേ ലൈറ്റ് ഇൻ ദ വെസ്റ്റ്. അതായത് സൺലൈറ്റ് ആയിരുന്നാലും ഡ്രോപ്പിംഗ് ഓഫ് ദ ഡേ ലൈറ്റ് ഇൻ ദ വെസ്റ്റ് എന്ന് പറയുന്ന അതാണ്. അതും ബോ ഓഫ് ചെറീസ് സം ഒഫീഷ്യസ് ഫൂൾ ബ്രോക്ക് ഇൻ ദ ഓർച്ചർഡ് ഫോർ ഹർ. ആരെങ്കിലും സമ്മാനമായിട്ട് കൊടുക്കുന്ന ഈ പറയുന്ന ഒരു ബോ ഓഫ് ചെറീസ്, അതും ഈ സൺലൈറ്റും ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റും എല്ലാം അവൾക്ക് ഒരുപോലെയാണ് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഹീ എക്സ്പെക്റ്റ് മോർ ഫ്രം ഹർ, അല്ലെങ്കിൽ ഹി വാണ്ട്സ് ഹർ ടു ലവ് ഒൺലി ഹിം.
അയാളെ മാത്രം സ്നേഹിക്കണം, അയാളെ മാത്രം അനുസരിക്കണം എന്നൊരു നിർബന്ധം ഡ്യൂക്കിനുണ്ട്. എല്ലാം അവൾക്ക് ഒരുപോലെയാണ് എന്ന് പറയുമ്പോൾ അയാൾ കൊടുത്ത പ്രഷ്യസ് ഗിഫ്റ്റിന് യാതൊരു വിലയും കൊടുക്കുന്നില്ല എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. ഓൾ ആൻഡ് ഈച്ച് വുഡ് ഡ്രോ ഫ്രം ഹർ എ ലൈക്ക് ദി അപ്രൂവിങ് സ്പീച്ച് ഓഫ് ബ്ലഷ് അറ്റ് ലീസ്റ്റ്. അവൾ ഈ ബ്ലഷ് ചെയ്യുക, നാണിക്കുക എന്ന് പറയുന്നത് എല്ലാം ഒരുപോലെ അപ്രൂവ് ചെയ്യും, എല്ലാത്തിനോടും ഹാപ്പി ആയിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്യും. ഷി താങ്ക് മെൻ ഗുഡ് but thanked somehow, I know not how, as if she ranked my gift of a 900 years old name with anybody's gift. അപ്പോൾ അയാൾ പറയുന്നത് അവൾ മെന്നിനെ താങ്ക് ചെയ്യുന്നു, അത് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുമ്പോൾ ആളുകളെ താങ്ക് ചെയ്യുന്നു, നല്ല കാര്യം. ബട്ട് എങ്ങനെയാണ് അവരോട് അവൾ നന്ദി പറഞ്ഞത് എന്നുള്ളത് എനിക്കറിയില്ല. ആസ് ഇഫ് ഷീ റാങ്ക്ഡ് മൈ ഗിഫ്റ്റ് ഓഫ് എ 900 years old നെയിം. എൻ്റെ 900 years old നെയിം, അതായത് എൻ്റെ ഈ ഒരു ഫെയിം, എൻ്റെ കുടുംബത്തിൻ്റെ 900 years പഴക്കമുള്ള എൻ്റെ സർനെയിം ഞാൻ ഡച്ചസിന് കൊടുത്തു. അതിന് അവൾ ഒരു വിലയും തന്നില്ല. അതായത് ഇത് ഈ പറഞ്ഞ സൺസെറ്റ് ആയിരുന്നാലും നേരത്തെ പറഞ്ഞ ആരെങ്കിലും സമ്മാനമായി കൊടുക്കുന്ന ബോ ഓഫ് ചെറീസ് ആയാലും എവറിത്തിങ് വാസ് സെയിം ടു ഹർ. ഈവൻ ഷീ വാല്യൂസ് എ വൈറ്റ് മ്യൂൾ, അവളുടെ വെള്ള കുതിര, അതിനെ റൈഡ് ചെയ്ത് പോവുക, ഇതിലൊക്കെ അവൾ സന്തോഷം കണ്ടെത്തിയിരുന്നു. ആൻഡ് എവറിത്തിങ് വാസ് സെയിം. അവളെ സംബന്ധിച്ച് എല്ലാം ഒരുപോലെയായിരുന്നു. ഇൻ ദീസ് ലൈൻസ് ഡ്യൂ കണ്ടിന്യൂസ് ടു എക്സ്പ്ലെയിൻ ഓൾ ഓഫ് ദ ഫ്ലോസ് ഇൻ ദി ഡച്ചസ് ക്യാരക്ടർ. അതാണ് നമുക്ക് മനസ്സിലാവും. He says that she values a white mule, a branch of cherries, sunset, as much as she values a piece of jewelry that he had given her. അയാൾ ഗിഫ്റ്റ് ചെയ്ത ഒരു പീസ് ഓഫ് ജുവലറി ഇതേ വില തന്നെയാണ് അവൾ അതിനും കൊടുക്കുന്നത്. ഹീ ഈസ് ഇറിറ്റേറ്റഡ് ദാറ്റ് ഷീ ഡസ് നോട്ട് സീം ടു സീ ദ വാല്യൂ ഇൻ വാട്ട് ഹീ ഗിവ്സ് ടു ഹർ. അയാൾക്ക് അർഹതയുള്ള ഒരു വാല്യൂ അവൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഹീ ഈസ് ഇറിറ്റേറ്റഡ് ബൈ ദാറ്റ് ബിഹേവിയർ ഓഫ് ഹേഴ്സ്. ആൻഡ് ഷീ സീംസ് ടു വാല്യൂ ദ സിമ്പിൾ പ്ലഷേഴ്സ് ഓഫ് ലൈഫ് ആസ് മച്ച് as ഷീ വാല്യൂസ് ഹിസ് എക്സ്പെൻസീവ് ഗിഫ്റ്റ്സ് ടു ഹർ. അയാൾ സമ്മാനിക്കുന്ന എക്സ്പെൻസീവായ ഗിഫ്റ്റിനെയും ലൈഫിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെയും അവൾ ഒരുപോലെ തന്നെയാണ് കണ്ടിരുന്നത് എന്നുള്ളതാണ് ഡ്യൂക്കിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. ഹി ഓൾസോ സീംസ് ഇറിറ്റേറ്റഡ് ദാറ്റ് ഷീ ഡസ് നോട്ട് സീം ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹിസ് പ്ലേസ് ഇൻ ലൈഫ്. ജീവിതത്തിൽ അയാളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഡ്യൂക്കിൻ്റെ ഏറ്റവും വലിയ പരാതി. ഹൂ വുഡ് സ്റ്റൂപ്പ് ടു ബ്ലെയിം ദിസ് സോർട്ട് ഓഫ് ട്രിഫ്ലിംഗ്. ഇത് വേസ്റ്റ് ആണ് എന്നുള്ളതാണ്, മീനിങ്ലെസ് ആണ്, വേസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. സ്റ്റൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഷീ സ്റ്റൂപ്സ് ടു കോൺകറിൽ പറഞ്ഞാണ്, കുനിയ അല്ലെങ്കിൽ നമ്മളൊരാളുടെ മുന്നിൽ താഴുക എന്നാണ്. Who would stoop to blame this sort of trifling? Even had you skill in speech, which I have not, to make your will quite clear to such an one, and say just this or that in your disgust me, here you miss or there exceed the mark. And if she let herself be lessoned so, nor plainly set her wits to yours forsooth, and made excuse, even then would be some stooping, and I choose never to stoop. അതൊരു അവിടെ മാത്രമേ ഫുൾ സ്റ്റോപ്പ് ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ വായിച്ചത്. സോ അയാൾ നേരത്തെ തന്നെ പറഞ്ഞു, ലൈക്ക് ഹി ഹാഡ് ഗിവൺ ഹർ എ 900 years old നെയിം ദറ്റ് റിവീൽസ് ദറ്റ് ഹിസ് ഫാമിലി ഇസ് എ വെൽ നോൺ ഫാമിലി, ആൻഡ് ഹി ഗേവ് ഹർ എ വെൽ നോൺ ആൻഡ് പ്രസ്റ്റീജിയസ് നെയിം in marrying her, and she did not seem to be any more thankful for this than she was thankful to watch the sunset കാണുന്നതോ നേരത്തെ പറഞ്ഞ സന്തോഷങ്ങളിലോ കാണുന്നത് പോലെയൊക്കെ തന്നെ അവൾ ഇതിനെയും കണ്ടിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു വിലയും കൊടുത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, the Duke continues to explain that he chooses never to stoop to discuss with his Duchess that made him so disgusted with her. അപ്പോൾ ഇപ്പോൾ പറയുന്നത്, ഞാൻ ഈ കാര്യങ്ങൾ എനിക്ക് മുഖത്ത് നോക്കി അവളോട് ഇത് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് ആരുടെയും മുന്നിൽ കുനിയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ he doesn't want to ബോ ഇൻ ഫ്രണ്ട് ഓഫ് ഹർ, ഓർ അവളുടെ മുന്നിൽ താഴ്ന്ന് ഇങ്ങനെ നീ ഇപ്പം ചെയ്ത പ്രവൃത്തി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യും, ഇങ്ങനെയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും അയാൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. ഹി സീംസ് ക്വൈറ്റ് കംഫർട്ടബിൾ ഡിസ്കസിങ് ഇറ്റ് വിത്ത് ദിസ് ലിസണർ. അയാൾക്ക് ഈ ലിസണറിനോട് ഇത് പറയുന്നതിൽ തെറ്റില്ല, ബട്ട് വൈഫിനോടത് പറയാൻ താല്പര്യമില്ല. And he chooses never to stoop to discuss with his Duchess what made him so disgusted with her. അവൾ ഇഷ്ടപ്പെടാത്ത ഇത്രയും ഡിസ്കസ്റ്റഡ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ അവളോട് പറയാൻ അയാൾക്ക് വയ്യ. Perhaps he thought himself too high. അയാൾ വളരെ ഉയരത്തിലാണെന്ന് അയാൾക്ക് തോന്നിയിട്ടുണ്ടാവും. ആൻഡ് mighty to
stoop and talk to a woman. അയാളുടെ വൈഫാണെങ്കിൽ പോലും ഒരു സ്ത്രീയോട് ഇങ്ങനെ കാര്യങ്ങൾ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളത്. ഹി അഡ്മിറ്റഡ് ദാറ്റ് ഷി സ്മൈൽഡ് അറ്റ് ഹിം പ്ലസൻ്റ്ലി വെൻ ഹി പാസ് ബൈ, ബട്ട് ഇറ്റ് ബോതേർഡ് ഹിം ദാറ്റ് എവ്രി വൺ റിസീവ് ദാറ്റ് സെയിം സ്മൈൽ ഫ്രം ഹർ. അയാൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അവൾ ഡച്ചസ് ഇപ്പോൾ ഡ്യൂക്ക് പോകുമ്പോൾ ചിരിക്കാറുണ്ട്, ഡ്യൂക്കിൻ്റെ പ്രസൻസ് അക്നോളജ് ചെയ്യാറുണ്ട്. സ്റ്റിൽ ഇതേ സ്മൈല് തന്നെയാണ് ഡച്ചസ് എല്ലാവർക്കും കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ. ഓ സർ, ഷി സ്മൈൽഡ് നോ ഡൗട്ട് വെൻ എവർ ഐ പാസ് ഹർ, ബട്ട് ഹൂ പാസ്ഡ് വിത്തൗട്ട് മച്ച് ദ സെയിം സ്മൈൽ. എല്ലാവരും ആര് പോയാലും ഇതേപോലെ തന്നെയാണ് ചിരിക്കുന്നത്. ദിസ് ഗ്രൂ, ഐ ഗേവ് കമാൻഡ്സ്, ദെൻ ഓൾ സ്മൈൽസ് സ്റ്റോപ്ഡ് ടുഗെദർ. അപ്പോൾ പറഞ്ഞു വരുന്നത് നേരത്തെ എന്താണ് തന്നെ ഇറിറ്റേറ്റ് ചെയ്ത കാര്യങ്ങൾ, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, ഹിയർ യു മിസ് ഓർ ദെയർ എക്സീഡ് ദ മാർക്ക് എന്ന് വെച്ചാൽ അതിര് കടക്കുന്നു, മാർക്കിനപ്പുറത്തേക്ക് പോകുന്നു, നിൻ്റെ ഈ പ്രവൃത്തി എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നീ അതിര് വിട്ടാണ് ഇപ്പോൾ പെരുമാറുന്നത്, ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിപ്പിക്കാൻ എനിക്ക് വയ്യ, അല്ലെങ്കിൽ എനിക്കതിന് താല്പര്യമില്ല. ഇപ്പോൾ ഇയാളോട് പറയുന്നതിൽ പ്രശ്നം തോന്നിയില്ല. ആൻഡ് ഇഫ് ഷീ ലെറ്റ് ഹെർസെൽഫ് ബി ലെസൺ സോ നോ പ്ലെയിൻലി സെറ്റ് ഹർ വിറ്റ്സ് ടു യോഴ്സ് ഫോർ സൂത്ത് ആൻഡ് മെയ്ഡ് എക്സ്ക്യൂസ് ഈവൻ ദെൻ വുഡ് ബി സം സ്റ്റൂപ്പിംഗ്. അതായത് ഇപ്പോൾ നിങ്ങളോട് പറയുന്നതിൽ കുഴപ്പമില്ല, ബട്ട് ഡച്ചസിനോട് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റൂപ്പ് ചെയ്യേണ്ടി വരും, ഞാൻ അവളുടെ മുന്നിൽ താഴേണ്ടി വരും, അതിന് ഞാൻ തയ്യാറല്ല. ആൻഡ് ഐ ചൂസ് നെവർ ടു സ്റ്റൂപ്പ്. എഗെയിൻ പറയാണ്, ഓ സോ ഷീ സ്മൈൽ നോ ഡൗട്ട് വെൻ എവർ ഐ പാസ്ഡ് ഹർ. ഞാൻ പാസ് ചെയ്ത് പോകുമ്പോൾ ചിരിക്കാറുണ്ട്, ബട്ട് എല്ലാവരോടും അതുപോലെ തന്നെയാണ് ചിരിക്കുന്നത്. ആൻഡ് ദിസ് ഗ്രൂ, ഇതിങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ ഐ ഗേവ് കമാൻഡ്സ്, ഞാൻ കമാൻഡ് ചെയ്തു. ദെൻ ഓൾ സ്മൈൽസ് സ്റ്റോപ്ഡ് ടുഗെദർ. മനസ്സിലായോ? അതിൻ്റെ മീനിങ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓൾ സ്മൈൽ സ്റ്റോപ്പ് ടുഗെദർ, അതിനൊരു മറ്റൊരു അർത്ഥമുണ്ട്. എല്ലാം ഞാനങ്ങ് അവസാനിപ്പിച്ചു, ഞാനൊരു കമാൻഡ് ഇട്ടു. ഒരു പക്ഷേ ഡച്ചസിനെ കൊന്നിട്ടുണ്ടാകാം. So this causes the reader to feel sorry for the Duchess, and rightly so. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ഡ്യൂക്കിനെ ബോദർ ചെയ്തിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതാണ്, മറ്റുള്ളവർക്ക് അതേ ഇമ്പോർട്ടൻസ് ഡച്ചസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് അഗെയിൻ this grew, I gave commands, and all smiles stopped together. There she stands as if alive. നോക്കൂ, there she stands as if alive. ജീവനുള്ളതുപോലെ തോന്നില്ലേ? അപ്പോൾ ക്ലിയറായി. He ordered to kill the Duchess. Will it please you rise? We'll meet the company below then. അപ്പോൾ ഒന്ന് എണീക്കാമോ? നേരത്തെ ഒന്ന് ഇരിക്കാൻ പറഞ്ഞു, ഒന്ന് എണീക്കുമോ, നമുക്കൊന്ന് താഴേക്ക് പോകാം എന്ന് പറയാണ് വീണ്ടും. I repeat, the count your master's known munificence is ample warrant that no just pretense of mine for dowry will be disallowed. The company below then, I repeat, the count your master's known munificence is ample warrant that no just pretense of mine for dowry will be disallowed. Again, he's talking about his ന്യൂ അലയൻസ്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ആലോചനയെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡച്ചസ് ദിസ് സെക്ഷൻ റിവീൽസ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ ഡ്യൂക്സ് ലിസണർ. ആക്ച്വലി ഇവിടെയാണ് നമുക്ക് ഡ്യൂക്കിൻ്റെ ലിസണർ ആരാണെന്ന് ക്ലിയർ ആവുന്നത്. ഹീ ഈസ് ദ സെർവൻറ്റ് ഓഫ് എ കൗണ്ട്. മറ്റൊരു ഫേമസ് ഫാമിലി, ഒരു കൗണ്ടിൻ്റെ മകളുടെ മാരേജ് പ്രപ്പോസലുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദേ ആർ ട്രൈങ് ടു അറേഞ്ച് എ മാരേജ് ബിറ്റ്വീൻ ഡ്യൂക്ക് ആൻഡ് ദ കൗണ്ട്സ് ഡോട്ടർ. ആൻഡ് ഡ്യൂക്ക് സേസ് ദാറ്റ് ഹിസ് ഫെയർ ഡോട്ടർ ഇസ് ഹിസ് ഒബ്ജക്റ്റ്. ഇവിടെ പറയുന്നത്, though his fair daughter's self, as I avowed at starting, is my object, nay, we'll go together down, sir. അതായത് ഈ കൗണ്ടിൻ്റെ മകളെന്ന് പറയുന്നതും എനിക്ക് മറ്റൊരു ഒബ്ജക്റ്റാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ്, വരൂ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് നടക്കാം. നെ വീൽ ഗോ ടുഗെദർ ഡൗൺ സർ, താഴേക്ക് നമുക്ക് നടക്കാം. നോട്ടീസ് നെപ്റ്റ്യൂൺ ദോ ടേമിങ് എ സീ ഹോഴ്സ് thought a rarity which claws of Innsbruck cast in bronze for me. അപ്പോൾ വരൂ നമുക്ക് അങ്ങോട്ട് നടക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം കാണിക്കുന്നത് നെപ്റ്റ്യൂണിൻ്റെ, ഗോഡ് നെപ്റ്റ്യൂൺ ഒരു സീ ഹോഴ്സിനെ ടൈം ചെയ്യുന്ന ഒരു സ്റ്റാച്യു ആണ്. ആ സ്റ്റാച്യൂവിൽ നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത് ഗോഡ് ഓഫ് ദ സീ ആണ്. ദിസ് സിംബലൈസസ് ദ ഡ്യൂക്ക് ആൻഡ് ദ സീ ഹോഴ്സ് സിംബലൈസസ് എനി ഡച്ചസ് ഹി വുഡ് അക്വയർ. അപ്പോൾ പറഞ്ഞു വരുന്നത് അടുത്ത് കാണിക്കുന്ന ഒരു സ്റ്റാച്യു ആണ്. അതിന് മുന്നേ പറയുന്നത് ഡ്യൂക്കിൻ്റെ മകളെ വിവാഹം ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പം നിങ്ങളുടെ ഈ പറഞ്ഞ ഡ്യൂക്കല്ല, കൗണ്ടിൻ്റെ, ആ കൗണ്ടിൻ്റെ മകൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എനിക്കൊരു ഒബ്ജക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന ഒരു സ്റ്റാച്യു ആണ്.
അതിൽ ഹീസ് ഷോയിങ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത് ഗോഡാണ്. സോ ഇവിടെ ഡ്യൂക്ക് ഇസ് കൺസിഡറിങ് ഓർ ഹി വ്യൂസ് ഹിംസെൽഫ് ആസ് എ ഗോഡ് ആൻഡ് ഹി വിഷസ് ടു ടൈം ഹിസ് വൈഫ് ടു ഡു വാട്ട് എവർ ഹി വിഷസ് ഹർ ടു ഡു. ഗോഡ് നെപ്റ്റ്യൂൺ ഒരു സീ ഹോഴ്സിനെ ടൈം ചെയ്യുന്ന ഒരു സ്റ്റാച്യൂവിൽ നിന്ന് കാണിക്കുന്നത് ഹീ ഈസ് ട്രൈങ് ടു ടൈം, അല്ലെങ്കിൽ ഹീ വിഷസ് ടു ടൈം ഹൂഎവർ ഹീ മാരീസ്. അയാൾ വിവാഹം കഴിക്കുന്നവരെയൊക്കെ അയാളുടെ ഈ പറഞ്ഞ ഡോമിനേറ്റഡ് ക്യാരക്ടർ ഉള്ള ഒരാളാണ്, അയാളുടെ കൺട്രോളിൽ നിർത്താനാണ് അയാൾ ആഗ്രഹിക്കുന്നത്. ദിസ് മാൻ ഈസ് ക്ലിയർലി demented and controlling, and the speaker in my Last Duchess reveals Browning's ideas of his fellow men. ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ദിസ് ഇസ് വിക്ടോറിയൻ പീരിയഡിൽ വിമനെ എങ്ങനെ കണ്ടിരുന്നു എന്നുള്ളതാണ് ബ്രൗണിങ് ഇവിടെ നമുക്ക് ഈ ഒരു പോയത്തിലൂടെ റിവീൽ ചെയ്ത് തരുന്നത്. ആ സമയത്ത് മെൻ അവരുടെ വൈഫ്സിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റായിട്ട് ടൈം ചെയ്ത് നിർത്തേണ്ട ഒരു വസ്തുവായിട്ടാണ് വിമൻ കൺസിഡർ ചെയ്യപ്പെട്ടിരുന്നത് എന്നുള്ളതാണ്. സോ അഗെയിൻ അതിന് മുന്നേ തന്നെ പറയുന്നത്, ദ കൗണ്ട് യുവർ മാസ്റ്റേഴ്സ് നോൺ മ്യൂണിഫിസൻസ് ഇസ് ആംപിൾ വാറന്റ് ദറ്റ് നോ ജസ്റ്റ് പ്രിറ്റൻസ് ഓഫ് മൈൻഡ്. മ്യൂണിഫിസൻസ് എന്ന് പറയുന്ന കൈൻഡ്നെസ് എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ അയാളുടെ ജനറോസിറ്റി. അപ്പോൾ അയാളുടെ മകൾക്ക് എന്തായാലും ഒരുപാട് ഡൗറിയൊക്കെ കൊടുക്കും എന്നുള്ളത് തന്നെ കാഷ്വലായിട്ട് ഇങ്ങനെ മെൻഷൻ ചെയ്ത് പോവാണ്. ഇറ്റ്സ് ആംപിൾ വാറന്റ് ദറ്റ് നോ ജസ്റ്റ് പ്രിറ്റൻസ് ഓഫ് മൈൻഡ് ഫോർ ഡൗറി വിൽ ബി ഡിസലൗഡ്. അപ്പോൾ ഡൗറി ഒന്നും അയാൾ ഡിസലൗ ചെയ്യില്ല എന്ന് എനിക്കറിയാം. ആൾ ഈ പറഞ്ഞ പോലെ വളരെ ജനറസ് ആണ്. സോ ഡൗറി ഒന്നും തരാതിരിക്കില്ല എന്നുള്ളതും പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് though his fair daughter's self as I avowed at starting is my object. കാരണം അയാളുടെ മകൾ എന്ന് പറയുന്ന ഒരു ഫെയർ ഒബ്ജക്റ്റാണ് എന്നെ സംബന്ധിച്ച്. സോ എഗെയിൻ ഈ പോം അവസാനിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവുന്നത് about the position of women in the Victorian period. Now we need to know more about the Victorian era, that I'll discuss it in another class. ഇതിപ്പോൾ ഈ ഒരു പോം മാത്രം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയതാണ്. വിക്ടോറിയൻ ഇറ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു പെർട്ടിക്കുലർ പീരിയഡിൽ നമുക്ക് ഈ പോം പ്ലേസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ ലാസ്റ്റ് ഡച്ചസ്. താങ്ക് യു.